ഇന്ന് രാവിലെ ഉണർന്നപ്പോൾ തന്നെ 5:45 പിന്നെ കുളിച്ച് തുളസിമാലയൊക്കെ കെട്ടി വന്നപ്പോഴത്തേന് സമയം ഒത്തിരിയായി. പിന്നെ ചേട്ടൻ പറഞ്ഞു ഇപ്പം പോയാൽ അവിടെ വെളിയിൽ നിൽക്കേണ്ടി വരും, ശിവേലി സമയമാണ്. അങ്ങനെ ഞാൻ പിന്നെ രാവിലെ എന്തായാലും പോയിട്ട് വരുമ്പോഴത്തേനും താമസിക്കും. കുറച്ച് ഇഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ട് വന്ന് ഞങ്ങളതൊക്കെ കഴിച്ച് അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ വല്ലാത്തൊരു സമാധാനമാണ്. നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ കുളിച്ചിട്ട് രാവിലെ ഒരു ദിവസം കിട്ടുന്ന ആ ഒരു ഫീൽ അതൊരു വല്ലാത്ത, വെളുപ്പിനെ പോകുകയാണെങ്കിൽ അത് എന്തോ വലിയൊരു സമാധാനം കിട്ടുന്നത് പോലെയാണ് പോകുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലൊരു മരണമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ എല്ലാവരും പറയും 1 വർഷത്തോളമൊക്കെ അമ്പലത്തിൽ പോകാതിരിക്കണമെന്ന്. പക്ഷേ അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഓരോ വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ വീട്ടിനകത്ത് തന്നെ നമ്മുടെ വിഷമങ്ങൾ മാറി നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ കുറച്ച് ആശ്വാസം കിട്ടും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ദുഃഖമായിട്ടുള്ള കാര്യങ്ങൾ നടന്നാൽ നമ്മൾ വീട്ടിനകത്ത് തന്നെ കരഞ്ഞ് നിലവിളിച്ച് ഇരിക്കണമെന്ന്. പക്ഷേ എനിക്കതിനോട് ഒരു യോജിപ്പുമില്ല. കാരണം നമുക്ക് അത്രയേറെ വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒന്ന് പുറത്തിറങ്ങണം. പ്രത്യേകിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നാൽ നമുക്ക് വലിയ മനസ്സമാധാനമാണ്. അപ്പോൾ എനിക്കും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കും കറക്കമാണോ, അമ്പലത്തിലൊന്നും ഇപ്പോഴേ പൊയ്ക്കൂടാന്നൊക്കെ. പക്ഷേ എൻ്റെ അമ്മ മരിച്ച സമയത്ത് ഞാൻ വീട്ടിനകത്ത് തന്നെ അമ്പലത്തിലൊന്നും പൊയ്ക്കൂടല്ലേ എന്നൊക്കെ പറഞ്ഞ് വീട്ടിനകത്ത് തന്നെ ഇരുന്നപ്പം ഞങ്ങളെ വീട്ടിൽ വേറെയും സംഭവങ്ങളുണ്ടായി. അപ്പം എൻ്റെ ചേട്ടനാണെങ്കിൽ ഒരു തിരുമേനിയെ വിളിച്ചിട്ട് മാനസികമായിട്ട് കുറേ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്, അമ്പലത്തിലൊന്നും പൊയ്ക്കൂടെന്ന് എന്ന് പറഞ്ഞപ്പം ആദ്യം തന്നെ തിരുമേനി ചോദിച്ചത്, ആദ്യത്തെ സംഭവം ഉണ്ടായപ്പോൾ നിങ്ങൾ അമ്പലത്തിൽ വന്നില്ലയോ, നിങ്ങളെന്താ അതിനെക്കുറിച്ചൊന്നും നോക്കാഞ്ഞ്, 6 കഴിഞ്ഞാൽ അമ്പലത്തിൽ പോവാതിരിക്കരുത്. കാരണം മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആത്മാവിന് വേണ്ടി, അവർ മരിച്ചെങ്കിലും നമ്മൾ പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ അവർ പോയി പിന്നെ അവരില്ല എന്നാണ്. പക്ഷെ അവരുടെ ആത്മാവിന് നല്ല, നമ്മൾ വർഷം തോറും പോയി വാവിനെ ബലിയിടുന്നത് അവരുണ്ട് എന്നുള്ളൊരു സങ്കല്പത്തിലല്ലേ. അതുപോലെ അവരുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴണമെന്ന്. അങ്ങനെ ഞാൻ പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ഞങ്ങളെ വഴക്ക് പറഞ്ഞു. പക്ഷെ ഞങ്ങളതൊന്നും കാര്യമാക്കാതെ ആഴ്ച തോറും ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ തുടങ്ങി. പക്ഷെ അതിൽ നിന്ന് എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ എൻ്റെ മനസ്സിനുണ്ടായി. നമ്മൾ എന്തോ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ രസം വയ്ക്കുക. ഇത് പണ്ടൊക്കെ എല്ലാവരും ചെമ്പരത്തി പോയിട്ട് രസമൊക്കെ വയ്ക്കത്തില്ലായിരുന്നോ. അങ്ങനെ ഇന്ന് ഞാൻ എന്തോ രാവിലെ രസം വയ്ക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റി ചെമ്പരത്തി പൂവൊക്കെ ഇട്ടാണ് ഞാനിന്ന് രസം വെച്ചത്. പിന്നെ അയിലയും ശീലാവും ഒക്കെ കിട്ടി, അതൊക്കെ വെച്ച് ഞാൻ കറിയൊക്കെ വെച്ച് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, പിന്നെ അതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറ് കഴിച്ച്. അപ്പം അത്രയേ ഉള്ളൂ. ഇത് ഞാൻ ഇന്നലെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന വീഡിയോയാണ്.